ഈ എപ്പിസോഡിലും ഇഫാൻ്റെ ആ ഒരു കോളേജ് ലൈഫ് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. അവരുടെ ആ ഒരു പഴയ കാലം. ഇവിടെ കോളേജിൽ എക്സാം സമയമാണ്. എന്നാൽ ഇഫാന് എന്തൊക്കെയോ ഒരു ടെൻഷനും ആ ഒരു സ്ട്രെസ്സും ഉണ്ട്. അന്ന് രാത്രി കോളേജ് ഹോസ്റ്റലിൽ അവൾ ഉറക്കത്തിൽ നടക്കുക മാത്രമല്ല, അവൾ ഒരു ഇരുട്ടത്ത് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. എന്നാൽ അവളുടെ റൂംമേറ്റ്സ് അവളെ ഇങ്ങനെ ഒരു രൂപത്തിൽ കണ്ടതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പേടിക്കുകയാണ്. പിന്നെ ഇഫാനാണെന്ന് അറിഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ചുണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതേ നൃത്തം. എല്ലാവരും ആകെ കൂടെ ഭയന്നു പോയി. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു രാത്രിയിലെ ഉറക്കമെല്ലാം ആകെ താളം തെറ്റിയിരിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ടിനെ അവരിന്നൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പയ്യന്മാരുടെ കൂടെ ഒരു കറക്കം. എന്നാൽ ഇവളെ വിളിക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ട് പറയുന്നത് എനിക്കിന്ന് ഭയങ്കര ഹെഡേക്കാണ്, കാരണം ഇന്നലെ രാത്രി ഉറക്കമൊന്നും ശരിയായില്ലല്ലോ എന്നിങ്ങോട്ടിങ്ങനെ പറഞ്ഞു തുടങ്ങും. പിന്നെ ഇഫാനെ അവരൊന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അവളുടെ മുന്നിൽ ഇവരങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നില്ല. പക്ഷേ ഇഫാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവളെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ അവൾ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇവർ വീണ്ടും അങ്ങനെ സംസാരിക്കുകയാണ്. അവർ ആ ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇവളങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നമുക്ക് ഇഫാനെയും കൂടി വിളിച്ചാലോ എന്ന്. എന്നിട്ട് ഇഫാൻ ഇവൾ മടിച്ചുകൊണ്ട് അവളെയും കൂടി ക്ഷണിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയും, നീ ഇതുവരെ ഞങ്ങളുടെ കൂടെ പുറത്തൊന്നും വന്നിട്ടില്ലല്ലോ, ഇങ്ങനെ ഈ റൂമിൽ ഇങ്ങനെ തനിയെ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇഫാൻ അതെല്ലാം കേട്ടിട്ട് ആദ്യം ഒന്ന് പോകാൻ മടിച്ചെങ്കിലും പിന്നെ അവരുടെ കൂടെ വരാമെന്നും അവൾ സമ്മതിക്കുന്നു. ഇവർക്കത് കേട്ട് ഭയങ്കര സന്തോഷമാകും. കാരണം ഇഫാൻ ഇതുവരെ അവരുടെ കൂടെ എങ്ങോട്ടും പോയിട്ടില്ല. അവൾ എപ്പോഴും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇനി ആ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. ഇവിടെ പയ്യന്മാരെല്ലാവരും ഇഫാനും ഇവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവളെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇവളെ മുട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൾ പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടി അവർക്ക് അറിയുന്ന ഓരോ കമ്പനിയുണ്ട്, അവിടെ റെക്കമെൻഡ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറുകൾ കൊണ്ട് വാരി എറിയുകയാണ്. എന്നാൽ അതൊക്കെ ഇവൾക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ മാതിരിയാണ് തോന്നുന്നത്. ഇവരിങ്ങനെ അവളെ ഓവറായിട്ട് മൈൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവൾക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കോള് വരാനുണ്ട്, അവളുടെ ഫാമിലി കോളാണ്, അപ്പോൾ ഞാൻ വേഗം പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൾ വേഗം ധൃതിപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ പയ്യന്മാർക്കാണെങ്കിലോ അവൾ പോയതോടുകൂടി ആകെ ചടച്ചങ്ങോട്ട് പോയി. ഇനി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികൾ പറയും, എന്താണ് അവൾ വന്നപ്പോൾ എല്ലാവരോടും ഒരു എനർജി, അവൾ നമ്മുടെ കോളേജിലെ ഏറ്റവും ഭംഗിയുള്ള കുട്ടി ആയതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കളിയാക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇഫാന് അങ്ങനെ ഒരു കോളൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ഗെയിം കളിച്ചിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണ്. അവൾ തനിയുള്ളല്ലോ റൂമിൽ. എന്നിട്ട് ആ ഒരു ഗെയിമിലാണെങ്കിലോ അപ്പുറത്തെ സൈഡിൽ ഞാനാണ് ഉള്ളത്. അവന് ഇങ്ങനെ ഇവളോട് ഇങ്ങനെ ഗെയിം ത്രൂ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇഫാൻ അറിയാതെ പറഞ്ഞു പോവുകയാണ്, എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ എന്തോ ഒരു ഭയങ്കര സമാധാനം കിട്ടുന്നു. ഇന്നലെ രാത്രി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല, ഇന്ന് രാത്രിയും ഞാൻ ഉറങ്ങില്ലെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു നല്ല ഗുഡ് ഫീലിംഗ് ആയതുകൊണ്ട് തന്നെ ഇന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് വേഗം പോവുകയാണ്. എന്നാൽ ഇത് കണ്ട യാന് ആകെ അങ്ങോട്ട് ടെൻഷൻ ആവുകയാണ്. ഇവൾക്ക് ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവളിന് ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ തുടക്കത്തിൽ തന്നെ ഹോനിൻ്റെ ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും അവരെല്ലാം ഇപ്പോൾ ഒന്നിച്ചായല്ലോ. അപ്പോൾ അവരുടെ ഒരു ഹാപ്പി മൊമെൻ്റാണ് കാണിക്കുന്നത്. ഇവിടെ ബെസ്റ്റിയും കൂടെയുണ്ട്. ബെസ്റ്റി പറയുന്നത് ഈ ഗ്രാൻഡ്മാനോട് അവൾക്കും ഈ ഗ്രാൻഡ്മ ഇപ്പോൾ ഭയങ്കര ട്രിപ്പിങ്ങിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതുപോലെ തനിയെ ഇവൾക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഇവിടെ ഗ്രാൻഡ്മ അവൾക്ക് ഒരുപാട് അഡ്വൈസും അവർ സ്വന്തമായിട്ട് റെഡിയാക്കിയ ഒരു മാപ്പും എല്ലാം അവൾക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നു. എന്നാൽ അത് കേട്ട ഹോനെ അങ്ങനെ ഇവൾ തനിയെ പോകില്ല, ഇവളെ കൂടെ ഞാനും ഉണ്ടാകും എപ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഗ്രാൻഡ്മയാണെങ്കിലോ അവർക്കുണ്ടായ പല പല അനുഭവങ്ങളും നല്ല നല്ല മൊമെൻറ്റ്സും എല്ലാം ഇവളോട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇവളെ നന്നായിട്ട് ഹൈപ്പ് കയറ്റുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നൊക്കെ ഞാൻ ആ ട്രാവലിങ്ങിലൂടെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. പിന്നെ അങ്ങനെ സംസാരിച്ചിട്ട് ഇവരുടെ ആ ഒരു ദുരനുഭവം കൂടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഹോനിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. അവർ ആക്ച്വലി ഒരു കാർ ആക്സിഡൻറ്റിലാണല്ലോ മരിച്ചത്. ആ ഒരു സ്ഥലത്ത് ഇവിടെ ഗ്രാൻഡ് മദർ എത്തിയ സമയം ഇവർ തനിയെ ആ ഒരു രാത്രി മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതും ഇവരുടെ ഫോട്ടോ പിടിച്ചുകൊണ്ട് ഇവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ നേരം വെളുപ്പിക്കുന്നു. എന്നിട്ട് ഇവരോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നു. അങ്ങനെ ഒരു രാത്രിയും കൂടി ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കാര്യം ഇവിടെ വിവരിക്കുന്നു. എന്നാൽ ഹോനാണെങ്കിലോ ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നു. അതായത് അച്ഛനെയും അമ്മയും പറ്റി പറയുന്നത് കണ്ട് തന്നെ അവൻ ഭയങ്കര ഇമോഷണൽ ആവുകയും പെട്ടെന്ന് തന്നെ
അവിടുന്ന് സ്കൂട്ടാവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഗ്രാൻഡ് മദർ അവനെ പിടിച്ചു വെച്ചിട്ട് പറയും, നമ്മൾ ഒരിക്കലും ഇനി ഇങ്ങനെ ഓരോ ടോപ്പിക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ ഒന്നും പറയാതെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് പോവരുത്. നമ്മൾ 3 പേരും നമ്മൾ നന്നായിട്ട് തുറന്ന് സംസാരിക്കണം. നമ്മൾ തമ്മിലുള്ള ആ ഒരു അകൽച്ചയ്ക്ക് കാരണം തന്നെ ഇതാണ്. ഒന്നും ആരും മൈൻഡിൽ വെക്കരുത്, പറയാനുള്ളതെല്ലാം അപ്പോൾ പറഞ്ഞ് തീർക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് അവനെ നന്നായിട്ട് സമാധാനിപ്പിക്കുന്നു. ആക്ച്വലി ഇവൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. എന്നിട്ട് ഇവരുടെ ആ ഒരു വികാരങ്ങളെല്ലാം മനസ്സിൽ തന്നെ ഒതുക്കിയിരുന്നു. ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കേണ്ട, ബാക്കിയുള്ളവർക്ക് കൂടെ ആ ഒരു ഫീല് വരണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നാൽ പരസ്പരം എല്ലാവരും ആ ഒരു ഫീലിൽ തന്നെയായിരുന്നു, ആ ഒരു ഇമോഷനിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഭയങ്കര അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ സംസാരിച്ച് തീർക്കുകയാണ്. ഇനി അടുത്തതായി ഇഫാന്. അവൾ ഭയങ്കര ധൃതിപ്പെട്ടുകൊണ്ട് ഓഫീസിൽ നിന്ന് പോവുകയാണ്. അവൾ നന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടാണ് പോകുന്നത്. പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ അത് കണ്ട ഈ ഒരു ആക്ടർ പയ്യൻ അവളോട് കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, എനിക്കിന്നൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയുന്നു. ആക്ച്വലി അത് ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ പരിപാടി തന്നെയാണ്. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ആക്ടർ പയ്യൻ ഒരു കാര്യം തുറന്ന് പറയുകയാണ്. അതായത് യാനിൻ്റെ ആ ഒരു ഗ്രാജുവേഷൻ പരിപാടിയിൽ അവന് മദ്യപിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആക്ച്വലി ഇവന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവന് ഒരുപാട് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ആക്ച്വലി നടന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതൊക്കെ കേട്ട് ഇഫാനെ ആകെ ഒന്ന് ഞെട്ടുകയായിരുന്നു. കാരണം അവൾ വിചാരിച്ചിരുന്നു ഇവൻ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന്. ശേഷം ഇവൾ ചോദിക്കും, നീ ഇപ്പോൾ അതെന്നോട് പറയാനുണ്ടായ കാരണം എന്താണെന്ന്. അതിൽ അവന് പറയുന്നത്, ഇനി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പിലാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഈ ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഒരിക്കലും ബാധിക്കരുത്, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ കാരണം നിങ്ങളുടെ ലൈഫ് കുളമാകരുത് എന്നും ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇഫാന് അവളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൾ ധൃതിപ്പെട്ട് ടാക്സിയിൽ കയറി പോവുകയാണ്. എന്നാൽ അപ്പോഴാണ് മറ്റൊരു രംഗം. അതായത് ഇവൾ ഈ ടാക്സിയിൽ കയറി പോകുന്നതെല്ലാം ഇവളിങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരാൾ, അയാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം അയാൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാനാണെങ്കിലോ ഇവിടെ കല്യാണ പരിപാടിയിൽ അവന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവനിങ്ങനെ ഇവളെ എപ്പോഴാണ് വരിക എന്നും ആലോചിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് യാനിൻ്റെ തന്നെ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്ന ആ ഒരു ഫ്രണ്ട് വരുന്നത്. ആ ഫ്രണ്ടിൻ്റെ നാടാണെങ്കിലും ഇഹയിലായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നല്ല ദൂരമുണ്ട്. അപ്പോൾ അവൻ വന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നാൽ ഈ യാനാണെങ്കിലും ഇവനെ കണ്ടതോടുകൂടി ചെറിയൊരു അസൂയ വരാൻ തുടങ്ങി. അതായത് ഇഫാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. എന്നിട്ട് ഇവൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഒരു കാര്യം ചോദിക്കുകയാണ്, ഇവനെ കാണാൻ ഭംഗിയുണ്ടോ എന്ന്. എന്നാൽ അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് ഓരോരുത്തരോടായിട്ട് അവരവരുടെ അഭിപ്രായം പറയും. ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഇവനെ കാണാൻ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. എന്നാൽ അങ്ങനെ ഇവനെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയും. ഒരാൾ പറയും അവനെ കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല അട്രാക്റ്റ് ആവുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ ഹോം പറയും ആ ഒരു ആവറേജ്, അത്ര വലിയ സംഭവമൊന്നുമല്ലെന്ന്. അങ്ങനെ എന്നാൽ ഇവിടെ യാൻ്റെ സിസ്റ്ററുമുണ്ട്. യാൻ്റെ സിസ്റ്ററിനെ എന്നാൽ ഇവനെ പറ്റി പറയുന്നത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് ഇവളോട് ചെറിയൊരു ക്രഷൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സിസ്റ്റർ പറയും അവൻ തന്നെയാണ് ഏറ്റവും ഭംഗി നിന്നെക്കാളും എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറയും നീ ഫുഡ് കഴിച്ചു കഴിഞ്ഞോ, എന്നാൽ വേഗം വീട്ടിലോട്ട് വിട്ടോ, അതാ നിനക്ക് നല്ലതെന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇഫാനെ അവൾ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. എന്നാൽ ഇവിടെ എല്ലാവരും നിൻ്റെ ഗേൾ ഫ്രണ്ടും കൂടെ വരുന്നുണ്ടോ, നീ എന്താ ഇങ്ങനെ ഫോൺ നോക്കി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ വരുന്നുണ്ടെന്ന് പറയുന്നു. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിലും ഈ ഒരു മെസ്സേജ് കണ്ടതോടുകൂടി അവളെ റിസീവ് ചെയ്യാൻ വേണ്ടി എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവളെ ഭയങ്കര സന്തോഷത്തോടെ അവനിങ്ങനെ സ്വീകരിക്കുന്നു. എന്നിട്ട് ചോദിക്കും ഇവനെ ഒരു സ്മെൽ അടിക്കുന്നത് കൊണ്ട് തന്നെ നീ കുടിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇവൻ പറയും ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ അപ്പോൾ കുടിക്കണ്ടേന്ന്. എന്നാൽ അപ്പോൾ ഇവളും പറയും എന്നാൽ ഞാനും കുടിക്കൂട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ പറയും ഓക്കെ നീ കുടിച്ചോ, നീ എത്ര വേണമെങ്കിലും കുടിച്ചോ, നിനക്ക് ധൈര്യമായിട്ട് കുടിക്കാം, നിന്നെ നന്നായിട്ട് കെയർ ചെയ്യാൻ ഇപ്പോൾ നിൻ്റെ ബോയ് ഫ്രണ്ട് കൂടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഭയങ്കര സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഇവളുടെ കയ്യും പിടിച്ചിട്ട് ഭയങ്കര സ്ലോ മോഷനിലൂടെ ആ ഒരു കല്യാണ പന്തലിലോട്ട് ഇങ്ങനെ വരും. എന്നാൽ അപ്പോഴത്തെ എല്ലാവരും ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു കല്യാണ ചെക്കനും പെണ്ണുമല്ല എല്ലാവരുടെയും ഇടയിൽ കണ്ണിൽ പെടുന്നത് ഇവരെ നല്ല ഭംഗിയുള്ള ഒരു കപ്പിൾസ് ഇങ്ങനെ നടന്നു വരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഇവരുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. എല്ലാവരും അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇങ്ങനെ നേരെ വന്നതോ ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലോട്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും ഇവിടെ ഇഫാൻ തന്നെയാണ് ഇവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് അവർ ഭയങ്കര ഷോക്കാകുകയാണ്. എന്നിട്ട് അവിടെ
ഇരുന്ന് ഇഫാനോട് പറയും, അപ്പോൾ ഇവളാണല്ലേ നിന്നെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നീ ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഇവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഇവനിങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് ഒരു പെൺകുട്ടി എന്നെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇവർ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇഫാനെ ആകെ നാണം കെടുത്തുകയാണ്. എന്നിട്ട് അവന് പറയും, പിന്നെ ഇവൻ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്, ഇവനാണോ ഈ നിൽക്കുന്ന ഇവൻ്റെ ഫ്രണ്ടാണോ ഏറ്റവും ഭംഗിയെന്ന് എല്ലാവരെ കൊണ്ടും ഒരു വോട്ടും എടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവൻ ഞങ്ങളോടൊക്കെ ആ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നോടും ആ ഒരു കാര്യം ചോദിക്കുക, ഇവനാണോ അവനാണോ ഭംഗിയെന്ന് ചോദിക്കുന്നു. എന്നാൽ ഇഫാന് ഇവിടെ ഇങ്ങനെ യാനെ നോക്കിക്കൊണ്ട് പറയും, എനിക്ക് ഇവൻ തന്നെയാണ് ഭംഗിയെന്ന് പറയും. അതിൽ യാന് പറയും, നീ അങ്ങനെ പറയൊന്നും വേണ്ട, എനിക്ക് വിഷമമൊന്നും ആകില്ല, നിൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞാൽ മതിയെന്ന്. ആക്ച്വലി ഇവൾ അന്ന് പറഞ്ഞിരുന്നല്ലോ നിന്നെക്കാളും ഭംഗി അവനാണെന്ന്. എന്നാൽ ഇവിടെ ഇഫാൻ പറയും, ഒരിക്കലുമല്ല, ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് പറയുന്നത്, നീയാണ് ഭംഗി, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ പിടിവിടാതെ പിറകെ നടന്ന് നിന്നെ വളച്ചെടുത്തത് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ഞാനടക്കം എല്ലാവരും ആകെ അങ്ങോട്ട് ആർപ്പും വിളിയും കൂട്ടും. എല്ലാവർക്കും ആകെ ഒരു ഭയങ്കര, ഇവളിങ്ങനെ പറയാത്ത ഒരാളല്ലേ, ഇവളുടെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ടതോടുകൂടി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇവിടെ പരിപാടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഞാനാണെങ്കിലോ അവൻ്റെ ബാക്കി ഫ്രണ്ട്സിൻ്റെ കൂടെ കുടിയോടുകൂടി അതിന് ഇവിടെ ഇഫാനെ അവനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഇവളും അത്യാവശ്യം നന്നായിട്ട് കുടിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഇവരും എല്ലാവരും കൂട്ടത്തിലുള്ളവരൊക്കെ കുടിച്ച് ഏകദേശം ബോധം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ അന്നത്തെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഗ്രാജുവേഷൻ പാർട്ടിയിൽ ഇവിടെ ആക്ടർ പയ്യൻ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു പാർട്ടി ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു പയ്യൻ ബോധമില്ലാതെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടതും ഇവിടെ ഇഫാന് അതെന്താണ് അന്ന് പറഞ്ഞതെന്ന് ശരിക്കും അറിയാൻ ഒരാഗ്രഹം. എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു കാര്യം ചോദിക്കും, അന്ന് ആക്ച്വലി ഞാൻ എന്താ പറഞ്ഞിരുന്നതെന്ന്. ആ ആക്ടർ പയ്യൻ പറഞ്ഞത് അവൾ കള്ളത്തരാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ, പിന്നെ എന്താണ് അന്ന് ആക്ച്വലി കിട്ടിയിട്ടില്ല ഇവനക്ക്. അപ്പോൾ ഈ ഒരു പയ്യൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവനെന്തോ ഇവിടെ എന്നിട്ട് ആ ഒരു കാര്യം കാണിക്കുകയാണ്. അതായത് ഇവർക്ക് ഇങ്ങനെ ആ ഒരു ഗ്രാജുവേഷൻ പാർട്ടിയിൽ കോളേജ് കഴിയുകയാണല്ലോ, അതിൽ ഭയങ്കര ഒരു വിഷമത്തിലാണ് എല്ലാവരും. എന്നിട്ട് ഒരുത്തം പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു കോളേജ് ലൈഫ് തിരിച്ച് ഒന്നും കൂടെ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇങ്ങനെ ആഗ്രഹം പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞാൻ ആകെ സ്വബോധമില്ലാതെ പറയുകയാണ്, എനിക്കും ഈ ഒരു ലൈഫ് ഒന്നുകൂടെ വരണം, എനിക്കും അതിന് തന്നെയാണ് ആഗ്രഹം എന്ന് അവനിങ്ങനെ പറഞ്ഞതായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അത് കേട്ട് ഇഫാന് മനസ്സിലായി അവൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന്. അതായത് ഇവളുടെ കൂടെയുള്ള ആ ഒരു ലൈഫ് അവനിക്ക് അത്രയും ആഗ്രഹമുണ്ടല്ലോ, അപ്പോൾ അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യണമെന്നാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് ഇവിടെ ഇഫാന് ഭയങ്കരമായിട്ട് മനസ്സിലാകുന്നു. ഭയങ്കര ഫീലും ആവുകയാണ്. ഇനി പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് പോവുകയാണ്. ഇഫാനാണെങ്കിലോ കുടിച്ചിട്ട് അവൾക്ക് തീരെ ബോധമില്ല, അവളിങ്ങനെ വീണുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവളെ പിടിച്ച് എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ടാക്സിയൊക്കെ വിളിച്ചു കൊണ്ട് വരുന്നുണ്ട്. ടാക്സി ആണെങ്കിൽ വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഇനി 2-3 മിനിറ്റും കൂടി എടുക്കും. അപ്പോഴേക്കും ഇവർ എൻട്രൻസിൽ പോയി നിൽക്കണം. ഇവളാണെങ്കിലോ ആകെ ബോധം പോയിട്ട് ആകെ അലമ്പാക്കിക്കൊണ്ടാണ് വരുന്നത്. ഇവൻ പറയുന്നുണ്ട്, നിനക്ക് പറ്റുന്നത് കുടിച്ചാൽ പോരെ, നീ എന്തിനാ ഇങ്ങനെ ബോധമില്ലാതെ കുടിക്കുന്നത് എന്ന്. അതിൽ അവൾ പറയുന്നു, ഞാൻ്റെ ഫ്രണ്ട്സാണ് അവളെ ഇങ്ങനെ കുടിപ്പിച്ച് ഫിറ്റാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറ്റം പറയുകയാണ്. പിന്നെ അങ്ങനെ സംസാരിച്ച് ഇവളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അതായത് നീ എല്ലാ പെൺകുട്ടികളോടും സംസാരിക്കുന്നുണ്ട്, അവരോടൊക്കെ നീ ചിരിച്ച് കാണിക്കുന്നു, നിൻ്റെ നമ്പർ ഷെയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ആകെ ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ ആരോട് സംസാരിച്ച് നമ്പർ ഷെയർ ചെയ്തെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇഫാൻ പറയുന്നു, പണ്ട് ഇവർ ആദ്യമായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം മീറ്റ് ചെയ്ത ഇവൻ്റെ ആ ഒരു കഫേ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇവൻ കുറച്ച് പെൺപിള്ളേരോട് സംസാരിക്കുന്നതും നമ്പർ ഷെയർ ചെയ്യുന്നതും ഇഫാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യം ഇപ്പോൾ ഇവൾ ഓർത്തെടുത്ത് പറയുകയാണ്. എന്നാൽ ഞാൻ അത് കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ വിചാരിക്കുന്ന ആ ഒരു കാര്യമൊക്കെ ഇവൾ ഇപ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്ത് മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയാണോ, എന്നിട്ട് പെട്ടെന്ന് തന്നെ എന്നാൽ എനിക്കത് കാണിച്ച് തന്നിട്ട് തന്നെയാണ് കാര്യം. പിന്നെ ഇത് നോക്ക്, എൻ്റെ ഫോൺ നോക്ക്, നീ എന്ത് വേണമെങ്കിലും ചെക്ക് ചെയ്തു, ഒരു പെൺകുട്ടികളുടെ നമ്പർ എൻ്റെ അടുത്തില്ല, ഒരു ചാറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ തെളിവുകൾ അങ്ങോട്ട് നിരത്തുകയാണ്. എന്നിട്ട് അവളിങ്ങനെ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇവർ ബുക്ക് ചെയ്ത ആ ഒരു ടാക്സി വരുന്നത്. ഇവരാണെങ്കിൽ അത്യാവശ്യം കുടിച്ചത് കൊണ്ട് തന്നെ സ്വന്തം കാർ ഇനി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. എന്നിട്ട് ടാക്സിയിൽ കയറിയ ഇഫാനെ അവൾ പെട്ടെന്ന് സീറ്റിലിരുന്നപ്പോൾ എന്തോ ഒരു ഡിസ്കംഫർട്ട്. അവളുടെ ആ ഒരു സ്കേർട്ടിൻ്റെ ബട്ടൺ അവളിങ്ങനെ തുളച്ച് കയറുന്നത് പോലെ. അതിൽ അവൾ അത് അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്നോട് ഹെൽപ്പ് ചോദിക്കുന്നു. ഞാനാണെങ്കിലും ആകെ മുഖം പൊത്തിക്കൊണ്ട് നീ തന്നെ ചെയ്താൽ മതി, ഞാൻ അങ്ങോട്ട് നോക്കുന്നേ ഇല്ല എന്ന് പറയുന്നു. ഇഫാനാണെങ്കിൽ ബോധമില്ലാതെ അതൊക്കെ അയച്ച് മാറ്റുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ രണ്ടുപേരുടെ ആ ഒരു കപ്പിൾ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, നീ അല്ല പറഞ്ഞത് പെൺകുട്ടികളുടെ പോലെയാണെന്ന്,
അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയുന്നു. അതിലിവിടെ ഞാൻ ഇവളോട് ചോദിക്കുകയാണ്, നിനക്കെന്താ നാളെ ഓഫീസില്ലേ, നീ എൻ്റെ ഓഫീസ് ഉണ്ടായിട്ട് ഇത്ര അധികം കുടിച്ചിട്ട് എങ്ങനെ നാളെ ഓഫീസിൽ പോവുക എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇഫാൻ അവൻ്റെ ചെവിയിൽ പറയും, ഞാൻ ഒരു കാര്യം അറിയോ, എനിക്ക് നാളെ ഓഫാണെന്ന്. എന്നിട്ട് അവൾ തന്നെ വെറുതെ അട്ടഹസിച്ച് അങ്ങനെ ചിരിച്ച് ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടുകയാണ്. ഇനി അതേസമയം ഇവിടെ ഹോനിൻ്റെ ഒരു കാര്യം, ഹോനും കുടിച്ചത് കൊണ്ട് അവനക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ ബെസ്റ്റിയാണ്. ഇവരിങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ അവളുടെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോനാണെങ്കിൽ അവളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഒഫീഷ്യലായിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ട് ഇഫാനാണെന്ന് എല്ലാവരോടും പറഞ്ഞല്ലോ. എന്നിട്ട് അവന് ആ ഒരു സന്തോഷത്തിലാണ്. യാൻ്റെ കാര്യം അവന് എത്ര കാലമായെന്നറിയോ അവളുടെ പിന്നാലെ എന്തൊക്കെ ചെയ്തിട്ടും എത്രയധികം അധ്വാനമൊക്കെ സഹിച്ചിട്ടാണെന്നറിയോ അവളെ ഒന്ന് കൈക്കലാക്കിയത്. അങ്ങനെ ആ ഒരു ഹാപ്പിനെസ്സോടുകൂടിയാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇനി ഇവിടെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന യാനും ഇഫാനും ഒരു സ്ഥലത്ത് ഇറങ്ങിയാണ്. എന്നിട്ട് ഇഫാനെയും ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് അവനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇഫാൻ അവൾക്ക് ഉണ്ടായ ഒരു ദുരനുഭവം ഇങ്ങനെ സ്വബോധമില്ലാതെ പറയുകയാണ്. അതായത് അവൾ കോളേജ് കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പസ് സെലക്ഷൻ ത്രൂ ആണ് ഒരു മീഡിയയിലോട്ട് സെലക്ട് ചെയ്തത്. എന്നാൽ എല്ലാവരും അവളെ ഇങ്ങനെ പെട്ടെന്ന് സെലക്ട് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാവരും അവളെ ഭംഗി കാരണമാണ്, അവളെ ഡയറക്ടർ അവളോട് ഒരു കണ്ണുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അവളെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു. എല്ലാവരും ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. എന്നാൽ ഇവൾക്ക് മാത്രമാണ് അത് കിട്ടിയത്. എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നീടാണ് അവൾക്ക് തന്നെ മനസ്സിലായത് ഇവർ പറഞ്ഞത് സത്യമായിരുന്നു. ആ ഡയറക്ടർ തന്നോട് ഒരു പ്രത്യേക കണ്ണുള്ളത് കൊണ്ട് മാത്രമായിരുന്നു ആ ഒരു ജോലിയിൽ തന്നെ സെലക്ട് ചെയ്തത്. ഞാൻ എത്ര അധികം കഷ്ടപ്പെട്ടിട്ട് എത്ര അധികം ഉറക്കമൊഴിച്ചിട്ടൊക്കെയാണെന്നറിയോ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത് എന്നൊക്കെ അവളിങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇഫാൻ അവൻ്റെ മടിയിൽ കിടക്കണമെന്ന് പറയും. അങ്ങനെ കിടന്നിട്ട് അവൾ ബാക്കി അവളുടെ സങ്കടം പറയുകയാണ്. അവൾക്ക് ആ ഒരു നാട് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവൾ പഠിച്ചിരുന്ന ആ ഒരു സ്കൂളുള്ള ആ ഒരു നാട് അതും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം അവിടെ വെച്ചിട്ടായിരുന്നല്ലോ ആ ആൻറ്റി അവളെ അധികം ഉപദ്രവിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമാണ്, ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്തിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ശേഷം അവൾ പറയും, നിനക്കൊരു കാര്യം അറിയോ, ഇഹയിൽ വെച്ചിട്ട് ഞാൻ നിന്നെ ഒരുപാട് തവണ സ്വപ്നം കണ്ടിരുന്നു. നീ ഒരു കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ ഹണിമൂൺ ഇഹയിൽ വെച്ചിട്ടായിരുന്നു. എന്നിട്ട് നിൻ്റെ ആ ഒരു വൈഫുണ്ടല്ലോ അവളും നീയും എന്നെ ഇഹയിൽ വെച്ച് കാണുന്നു. എന്നിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നു. അതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. ഞാനൊന്ന് ചിരിച്ചിട്ട് പറയും, അങ്ങനത്തെ ഒരു സംഭവം നടക്കില്ല. ഇനി ഏതായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഹണിമൂൺ ഇഹയിൽ വെച്ച് തന്നെ നടത്താമെന്നും അവനൊരു പ്രോമിസ് കൊടുക്കുകയാണ്. ശേഷം അവൾ ഇങ്ങനെ ആകാശത്ത് നോക്കിക്കൊണ്ട് പല നക്ഷത്രങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ട് അറിയാതെ ഇങ്ങനെ മയങ്ങി വീഴുകയാണ്. ഇനി ഒരു വിധത്തിൽ ഞാൻ അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവളോട് അവളുടെ റൂമിൽ പോയി കിടക്കാൻ വേണ്ടി പറയുമ്പോഴൊന്നും കേൾക്കുന്നില്ല. മാത്രമല്ല അവന് ഇവളുടെ ഈ ഒരു കുടിച്ച ഈ കെട്ടിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതും കുടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതിനും സമ്മതിക്കുന്നില്ല. അതിൽ അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലോട്ട് പോകുമ്പോൾ ഇവ പറയുന്നത്, ഞാൻ ഓൾറെഡി വോമിറ്റൊക്കെ ചെയ്തതല്ലേ, എന്നെ ഒരുമാതിരി ഒരു കെട്ട സ്മെല്ലുണ്ട്, ഈ ഒരു രീതിയിൽ എൻ്റെ റൂമിൽ പോയി കിടക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, ഞാൻ ഇവിടെ ഈ സോഫയിൽ കിടന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സമ്മതിക്കുന്നില്ല. അതിൽ ഇവന് പറയുമെന്ന ഒരു കാര്യം ചെയ്യൂ, നീ എന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കോ എന്ന് പറഞ്ഞിട്ട് നേരെ ഇവനോട് അത് അപേക്ഷിക്കുകയാണ്. അതിൽ ഇവൻ ആകെ ഒന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് ഒന്ന് സംശയിച്ചുകൊണ്ട് പറയും, ഞാൻ നിന്നെ സഹായിച്ചാൽ പിന്നെ നേരം വെളുത്ത് നിനക്ക് ബോധം വന്നതിന് ശേഷം നിനക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അതിൽ പിന്നെ ഇവൾക്കൊന്നും ഓർമ്മയില്ല. ഇവൾ എന്തൊക്കെയോ ഇങ്ങനെ കുത്തി മറയുകയാണ് ആ സോഫയിൽ. എന്നിട്ട് പിന്നെ ഇവനോട് പറയും, ഓക്കെ എന്നാൽ നീ എന്നെ കുളിപ്പിക്കേണ്ട, പകരം എൻ്റെ കൂടെ വന്ന് കിടക്കോ, നമ്മൾ ഹഗ് ചെയ്ത് കിടക്കല്ലേ എന്ന് പറയുന്നു. അതിലിവൻ പറയും, നീ ഒക്കെ ഇത് അറിഞ്ഞുകൊണ്ടാണോ ഈ പറയുന്നത്, ഞാനൊരു ബോയ് അല്ലേ, നീ ഒരു ഗേൾ അല്ലേ, നമ്മൾ അങ്ങനെ കിടക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വന്ന ഇഫാനെയാണ്. ഇഫാനെ നേരെ അവളുടെ റൂമിലാണ് ഇവൻ കൊണ്ടുപോയി കിടത്തുന്നത്. എന്നാൽ ഇവളാണെങ്കിലോ അവിടെ കിടന്നിട്ടും ഇവനെ പിടിവിടുന്നില്ല. ഇവനോടും തൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് അവൾ ഓരോന്ന് സ്വബോധമില്ലാതെ പറയുകയാണ്. അതായത് അവൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ അവൻ്റെ കൂടെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിക്കാത്തത്. ആ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ ഇവൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നമ്മുടെ ഒരു നല്ല കാലം എല്ലാം ഞാൻ നശിപ്പിച്ചല്ലേ, എല്ലാം എൻ്റെ ഫോൾട്ടാണ്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നൊക്കെ അവൾ ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ പ്രോമിസും കൊടുക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഞാനും ഭയങ്കര വിഷമം. എന്നിട്ട് അവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മെല്ലെ കൈയെല്ലാം പിടിപിടിപ്പിച്ചിട്ട് അവൻ്റെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനാണ്. പക്ഷേ ഇവളിങ്ങനെ അവളുടെ കൂടെ തന്നെ വേണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞതല്ലേ. പിന്നെ അവനൊന്നും നോക്കിയില്ല, അവളുടെ ബെഡിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ കിടക്കുകയാണ്. ശേഷം അവളെയും ഓർത്തുകൊണ്ട് ഇങ്ങനെ അറിയാതെ ഉറങ്ങുന്നു. എന്നാൽ നേരെ വെളുത്തപ്പോഴോ അപ്പോഴാണ് പെട്ടെന്ന് തൻ്റെ മേലിൽ എന്തോ ഒരു കയ്യ് പോലത്തൊരു സംഭവം. അവനൊന്ന് സംശയിച്ചുകൊണ്ട് നോക്കുമ്പോൾ
തൊട്ട് പിന്നാലെ തന്നെ ഇഫാൻ കിടക്കുന്നുണ്ട്. അവൾ രാത്രി എപ്പോഴോ ഇവനെ അടുത്ത് വന്ന് കിടന്ന് ഇവളെ ഇങ്ങനെ ഹഗ് ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ ഇവളിപ്പോൾ നല്ല ഉറക്കത്തിലാണല്ലോ. എന്നിട്ട് ഇവന് തന്നെ അവളെ ഒന്ന് വിളിച്ചുണർത്തും. അവളാണെങ്കിലും അപ്പോൾ ബോധം വന്നിട്ട് അപ്പോഴും അവൾക്ക് ശരിക്കും നല്ല ബോധമുണ്ട്. എന്നിട്ട് ഒന്ന് സംശയിച്ചിട്ട് ഞാൻ ഇന്ന് ഉറക്കത്തിൽ നടന്നോ, എന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഇത് എൻ്റെ റൂമാണല്ലോ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊന്ന് പറയും, എന്തേ എനിക്ക് നിൻ്റെ റൂമിൽ വരാൻ പാടില്ലേ, അതുമാത്രവുമല്ല നീ ഇന്നലെ എന്തൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് ഓർമ്മയുണ്ടോ, നിന്നെ ഞാൻ കുളിപ്പിക്കണം, നിന്നെ കൂടെ ഞാൻ കിടക്കണം, നിന്നെ ഞാൻ ഹഗ് ചെയ്യണം, എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നെന്നറിയോ നീ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അതെല്ലാം കേട്ടിട്ട് ഇവൾക്ക് തന്നെ ആകെ ഷെയിമാകുകയാണ്. അവൾ ഒന്നും പറയുന്നില്ല, അവൻ പറയുന്നതിനെല്ലാം അംഗീകരിക്കുന്നു. എന്നിട്ട് ഒന്നും കേൾക്കാത്തതുപോലെ ഇങ്ങനെ തലയും തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കിടക്കുകയാണ്. എന്നാൽ ഞാനാണെങ്കിലോ അവളെയും ഹഗ് ചെയ്തിട്ട് അവളാ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ അവളെ ഭയങ്കര ഹഗ് ചെയ്തുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. അവളാണെങ്കിൽ അതെല്ലാം കേട്ട് ആകെ ഷെയിമായി. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ കിടക്കുന്നു. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. പക്ഷേ ആ ഒരു ചെറിയൊരു ഭാഗം എക്സ്ട്രാ വരുന്ന അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഫാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയല്ലോ. ആക്ച്വലി അവൾ ഇവനും വേണം കുളിപ്പിക്കാൻ, ഇവൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവളെ ബാത്റൂമിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുത്തിയിട്ട് അവളുടെ മേക്കപ്പ് എല്ലാം ഊരി കൊടുക്കുകയാണ്. അവൾ എന്തൊക്കെയോ വാരി പൂശിയിട്ട് കല്യാണത്തിന് പോയതല്ലേ, അതെല്ലാം ഇവിടെ ഞാൻ തന്നെ ക്ലിയർ ആക്കി കൊടുക്കുന്നു. പിന്നെ കണ്ണിമ വെച്ച് ഐലാഷും എല്ലാം അവൻ തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവളെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. അവസാനം അവൾക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നീ ഇത് ഇട്ടോ, ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറയുന്നു. എന്നാൽ ഇവന് പോകാനൊന്നും അവൾക്ക് ക്ഷമയില്ല. അവൾ അങ്ങോട്ട് ഊരാൻ തുടങ്ങിയതും ഞാൻ പെട്ടെന്ന് അവളോട് പിടിച്ചു വെച്ചിട്ട് പറയും, ഇപ്പോഴല്ല, ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നീ ഊരിയിട്ട് കുളിച്ചിട്ട് വാ എന്ന് പറയുന്നു. എന്നിട്ട് അവന് പുറത്തോട്ട് വെയിറ്റ് നിൽക്കുകയാണ്. അങ്ങനെ ഇഫാനെ അവൾ നല്ല അടിപൊളിയായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യും. അതും സ്വഭാവമില്ലാതെ തന്നെയാണ്. എന്തായാലും അവൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് പുറത്തോട്ട് വരുന്നു. എങ്ങനെയാണ് ഞാൻ അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നത്, ആ ഒരു രംഗവും കാണിക്കുന്നു. അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ശരിക്കും കഴിഞ്ഞു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയായെന്ന് നമുക്ക് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.